Coco. Sasha. അമ്മോ അമ്മോ എനിക്ക് 5 മിനിറ്റ് ഒന്നുമില്ല. എനിക്ക് 8:30 കഴിഞ്ഞു. ഒക്കെ കഴിപ്പിക്കേ. കടിക്ക്. തലയിൽ നോക്കി കഴിക്കണ്ട. എനിക്ക് അങ്ങനെ ബഹളമൊക്കെ വെച്ച് ഞാൻ വേഗം എണീറ്റു. എൻ്റെ കൂടെ കൊക്കും ചാടി ചാടി വരുന്നുണ്ട്. ബാത്റൂം പോണോ? പോണോ? അങ്ങനെ കൊക്കോൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ നന്നായി ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകുന്നു. നല്ലപോലെ കഴുകണം. അതിനുശേഷം നന്നായി വൃത്തിയിൽ പല്ല് തേക്കുന്നു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സാറ്റർഡേ ഇൻ ആ ലൈഫാണ്. അങ്ങനെ പ്രത്യേകിച്ച് വലിയ സംഭവമൊന്നുമില്ല. ഒരു നോർമൽ സാറ്റർഡേ. ഇന്ന് വേറെ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വീട്ടിൽ തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു കുട്ടി ഒരു വ്ളോഗ്. അത്യാവശ്യം നല്ല വെയിലുണ്ട്. ഇവിടെ ചൂട് സ്റ്റാർട്ടായി. അപ്പം അത്യാവശ്യം രാവിലെ ഒരു 10-11 മണിയാകുമ്പം തന്നെ നല്ല വെയിലും നല്ല ചൂടും ഉണ്ട്. പുറത്തേക്ക് നോക്കാൻ പറ്റില്ല, കണ്ണുറക്കാൻ പറ്റുന്നില്ല. പക്ഷെ എന്നാലും ഇവിടെ ആറാടുകയാണ് ഗൈസ്. തൊക്കോ മൈൻഡില്ല, വേസ്റ്റ് ഇട്ട്. അടുത്തത് സാഷ, നല്ല മോള. രാവിലെ എണീറ്റ് ബെഡും ബെഡ്ഷീറ്റും ഒക്കെ പ്രോപ്പറായിട്ട് മടക്കി വെച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. ഇവിടെ അകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ അടി ഉണ്ടാകുന്ന ഒരു കാര്യം അത്. ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും എന്താ പറയുക നല്ല കാര്യം എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ലൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 വിൻഡോസിൻ്റെ കേർട്ടൻസൊക്കെ തുറന്നിട്ട് ആ വെളിച്ചം ഇങ്ങനെ റൂമിലേക്ക് വരുന്നത് കാണാൻ നല്ല രസമാണ്. ബെഡൊക്കെ സെറ്റായി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് സ്കിൻ കെയർ ആണ്. അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള സ്കിൻ കെയർ ഒന്നുമില്ല. 1-2 സിറംസ് യൂസ് ചെയ്യും. വിറ്റമിൻ സി, നൈസിനമൈഡ്, ഹൈലറോണിക് ആസിഡ്, അങ്ങനെ ഏതെങ്കിലും ഒരു സിറം ആ ദിവസത്തെ മൂഡ് പോലെയാണ് യൂസ് ചെയ്യാറ്. സൺസ്ക്രീൻ വെരി ഇമ്പോർട്ടൻറ്റ്. വീട്ടിൽ നിന്നാണെങ്കിലും പുറത്തുനിന്നാണെങ്കിലും സൺസ്ക്രീൻ യൂസ് ചെയ്യണമെന്നാണ് വിവരമുള്ള ഏതൊക്കെ ആൾക്കാർ പറഞ്ഞത്. പക്ഷെ ഇത് റീഅപ്ലൈ ചെയ്യുന്ന പരിപാടിയൊന്നും എനിക്കില്ല. സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞ് നേരെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോയി. ഞങ്ങൾക്ക് 2 പേർക്കും രാവിലെ കാടമും ഇട്ടിട്ടുള്ള ചായ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ നല്ല ഏലക്ക പൊടിച്ച ചായ ഉണ്ടാക്കുന്നതാണ്. യൂഷ്വലി ഞാൻ രാവിലെ ഇപ്പം ഓഫീസിലൊക്കെ പോകുമ്പോൾ അധികം ചായ കുടിക്കാറില്ല. വീക്കെൻഡ്സിലാണ് പൊതുവേ ഞങ്ങൾ രാവിലെ ഈ ചായ പരിപാടി നോക്കാറുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ഭയങ്കര സിമ്പിളായിട്ട് ഓംലെറ്റും ബ്രെഡുമാണ്. വേറെ ഒന്നുകൊണ്ടല്ല, ഇവിടെയുള്ള കുട്ടിക്ക് ചെറിയൊരു മടിയുണ്ട്, അതുകൊണ്ട്. ഞങ്ങളെപ്പോലെ തന്നെ വിശപ്പിൻ്റെ വില സഹിക്കാൻ പറ്റാത്ത ഒരാളാണ് കൊക്കോ. കൊക്കോക്ക് രാവിലെ ഞങ്ങൾ 2 പേരും എണീറ്റ് കഴിഞ്ഞാൽ ഫസ്റ്റ് അവൻ്റെ ഫുഡ് എത്രയും പെട്ടെന്ന് കൊടുക്കണം, അല്ലെങ്കിൽ കരഞ്ഞ് വിളിച്ച് ആ ദിവസം മൊത്തം പ്രശ്നമായിരിക്കും. അപ്പം ഞാൻ വേഗം തന്നെ അവനും സാഷയ്ക്കും ഉള്ള ഫുഡ് എടുത്തു കൊടുക്കുകയാണ്. സാഷ കുറച്ചും കൂടി പീസ്ഫുള്ളായിട്ട് വെയിറ്റ് ചെയ്യും ഫുഡ് കിട്ടുന്നവരെ. പക്ഷെ കൊക്കോന് അങ്ങനെയല്ല. സാഷ എന്നു കൊക്കോ അതായിരുന്നു. മോൻ്റെ ഫുഡല്ലേ ഇവിടെ. അങ്ങനെ എന്നെ പറഞ്ഞു പരിച്ചിട്ടുള്ള ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് റെഡി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് ഞങ്ങൾ 2 പേരും സോഫയിലിരുന്ന് TV ഒക്കെ കണ്ടുകൊണ്ടാണ് കഴിക്കുന്നത്. അതിന് കുറച്ചും കൂടി ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുന്നതാണ് താല്പര്യം. പക്ഷേ എനിക്ക് TV ഒക്കെ കണ്ട് ഇങ്ങനെ പതുക്കെ റിലാക്സ്ഡ് ആയിട്ട് ഫുഡ് കഴിക്കുമ്പം അങ്ങനെയാണ് എനിക്ക് എൻ്റെ തൊണ്ടയിലേക്ക് എന്നാലേ ഇറങ്ങൂ എന്ന് പറയുന്നൊരവസ്ഥയാണ്. എന്തോ സൗണ്ട് ഇട്ട് റൂമിൽ പോകുമ്പോൾ 2 ആൾക്കാരുടെ നല്ലോണം അടി കൂടിയിരിക്കുന്നത് എന്നെ കണ്ടുകൊണ്ട് എന്തോ ഭാഗ്യത്തിന് ആ സമയത്ത് അവർ അടി നിർത്തിയിട്ടുണ്ട്. അങ്ങനെ സമയം 10:16 ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഇന്ന് പ്രത്യേകിച്ച് എന്തെങ്കിലും അജണ്ട ഉണ്ടോ? ഇന്നൊരു റിലാക്സിങ് ഡേ അറ്റ് ഹോമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല. ഞങ്ങൾ യൂഷ്വലി എങ്ങനെയാണോ ഒരു നോർമൽ സാറ്റർഡേ സൺഡേസ് വീട്ടിലുള്ള അങ്ങനത്തെ കാര്യങ്ങളേ ഉള്ളൂ. ഫുഡ് ഉണ്ടാക്കുക, ഫുഡ് കഴിക്കുക, നെറ്റ്ഫ്ലിക്സ് ആൻഡ് ചിൽ, കുറച്ച് നേരം കിടന്നുറങ്ങുക,
പിന്നെ സാറ്റർഡേ സൺഡേസാണ് നമ്മൾ യൂഷ്വലി വീട്ടിലെല്ലാവരെയും വിളിക്കുന്നത്, നാട്ടിലെല്ലാവരെയും റിലേറ്റീവ്സിനെയൊക്കെ വിളിച്ച് കുറച്ച് നേരം കുശലൊക്കെ പറയുന്നത്. അപ്പോൾ ഇനി ഫസ്റ്റ് പരിപാടി വീട്ടിലേക്കൊക്കെ വിളിക്കണം. അത് കഴിഞ്ഞിട്ട് ലഞ്ചിനുള്ള പ്രിപ്പറേഷൻസ്. ഇന്നെന്താ ഉണ്ടാക്കണ്ടേ? എന്തായാലും കുഴപ്പമില്ല. കുറച്ച് ആട്ടും കാട്ട നടന്നു പറഞ്ഞു. ഉണക്കമുന്തിരിയാണ് നമ്മൾ കുറച്ച് ആട്ടും കാട്ട തിന്നു. ഒറ്റയ്ക്ക് തിന്നാൽ മതി. അല്ല, മോരുണ്ട്, മോര് കറി ആക്കാം. ക്യാബേജ് ഉണ്ട്, ക്യാബേജ് ഉപ്പേരി, ക്യാബേജ് ഇട്ടിരുന്നാൽ മതി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വിളിക്കട്ടെ ഇനി. സുന്ദരി ഓക്കെ. എൻ്റെ യൂട്യൂബ് ചാനലിലെ ഹായ് പറ. എന്നാ പരിപാടി? അങ്ങനെ വീട്ടിലെ കോളുകളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ലഞ്ച് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഈ വീട്ടിലെ റൂളാണ് എല്ലാം 50-50. ഞാൻ കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അകത്ത് പകുതി കട്ട് ചെയ്ത് തരും. അപ്പോൾ അതിന് കട്ട് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ അറിഞ്ഞത് എണ്ണ കട്ട പിടിച്ചു. അപ്പോൾ ആ എണ്ണ ഒന്ന് ഉരുകുന്ന സമയം കൊണ്ട് ബാക്കി സാധനങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. മോര് കറി ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ മോര് കാച്ചുക എന്നാണ് പറയുക. മോര് കറീനകത്ത് സാധാരണ ആത്തിൻ്റെ അമ്മയൊക്കെ പറയുന്നേക്കാം അവർ വെള്ളരിയോ കുമ്പളോ അങ്ങനെയൊക്കെ ഇടും. ഞങ്ങൾ മോര് കറി എന്ന് പറയുമ്പോൾ വെറും മോര്, അതിനകത്ത് പ്രത്യേകിച്ച് ഉള്ള അലങ്കോലപ്പണികളോ അല്ലെങ്കിൽ ഡെക്കറേഷൻസോ ഒന്നുമില്ല. ഇന്നൊരു ഭംഗിക്ക് വേണ്ടി ഞാൻ 2 തക്കാളി എടുത്തിട്ടിട്ടുണ്ട്. എന്തിനാണെന്ന് അറിഞ്ഞുകൂടാ, പക്ഷേ എന്നാലും ഒരു ഭംഗിക്ക്. അത് കഴിക്കുന്ന 2 കറികളാണ്. ഒന്നൊരു പയർ കറിയും മോര് കറിയും. അതുകൊണ്ട് എൻ്റെ എളുപ്പത്തിന് ഞാൻ അധികം ഇവിടെ സാറ്റർഡേ സൺഡേ ആകുമ്പോൾ ഒരു മോര് കറിയിൽ ഞാൻ കാര്യങ്ങൾ ഒതുക്കും. അതാകുമ്പോൾ എനിക്കും എളുപ്പമാണ്, ആളും നന്നായിട്ടങ്ങ് കഴിച്ചോളും. ഞാൻ ഇത്രയും കാലം കുക്ക് ചെയ്തിട്ട് എനിക്ക് ഒരിക്കലും ഒരു കറിയിൽ പോലും ആദ്യം ഇടുന്ന ഉപ്പ് കണക്കായിട്ട് വരാറില്ല. എനിക്ക് അറിഞ്ഞുകൂടെ എൻ്റെ അമ്മയൊക്കെ എങ്ങനെയാണ് ഓരോ കറിക്ക് ഒറ്റ തവണ അമ്മയൊക്കെ ഉപ്പിടുന്നത് ഞാൻ കാണാറില്ല. ഇങ്ങനെ എന്നെപ്പോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉപ്പിടുന്നത് ഞാൻ കാണാറില്ല. അതിനുശേഷം ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കാൻ പോയി. എൻ്റെ നാട്ടിൽ ഇതിന് വറവ് എന്നാണ് പറയുക. ആത്തിൻ്റെ നാട്ടിലൊക്കെയാണ് ഈ ഉപ്പേരി തോരൻ എന്നൊക്കെ പറയുന്നേക്കുന്നത്. അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഈ ഉപ്പേരി, വറവ് അല്ലെങ്കിൽ തോരൻ എന്നാണ് പറയുന്നതെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കുക്കിംഗ് മാത്രം ശ്രദ്ധിക്കുക. കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഫോണിൽ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കാണാൻ പോയി കഴിഞ്ഞാൽ ഇടയ്ക്ക് ഇതുപോലെ കരിഞ്ഞു പോകും. അതുകൊണ്ട് കുക്ക് ചെയ്യുന്നതിൽ മാത്രം ശ്രദ്ധിക്കുക പ്ലീസ്. അങ്ങനെ നെറ്റ്ഫ്ലിക്സിൽ ഷേത്താൻ എന്ന് പറയുന്ന മൂവി വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് റിവ്യൂസൊക്കെ കണ്ട് നല്ലതാണെന്ന് കേട്ടു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും അടുക്കള പണി ഒക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇന്ന് പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് നമുക്ക് മൂവി കാണാമെന്ന്. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ചൂട് തുടങ്ങി. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കാൻ എല്ലാവരും ഓർമ്മിക്കണം. സമയം 1 മണിയായി. എനിക്ക് ചെറുതായിട്ട് തലവേദനയൊക്കെ വരുന്നു. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചിട്ട് ഇനി സിനിമ വീണ്ടും കണ്ടിന്യൂ ചെയ്യാമെന്ന്. അപ്പം അങ്ങനെ ഞങ്ങൾ ലഞ്ച് കഴിക്കട്ടെ. താങ്ക്സ് ഉണ്ട് മുതലാളി. ഇങ്ങനെ നാടൻ ഊണ്, ബാക്കി ഷേത്താൻ മൂവി കാണണം. അങ്ങനെ സിനിമ കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? ആവറേജ്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഭയങ്കര സ്ലോ പടം. ഹൊററാന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പേടിക്കാനൊന്നുമില്ല. ഭയങ്കര നീട്ടി വലിച്ചൊരു പടം പോലെ തോന്നി. അപ്പോൾ ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. കുറച്ച് നേരം കിടന്നുറങ്ങണം. പിന്നെ വൈകുന്നേരം ചിലപ്പോൾ ഷാർജയ്ക്ക് പോകും. അച്ഛൻ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അച്ഛനെ കാണാൻ പോകണം. പിന്നെ പുറത്ത് പോയിട്ട് എല്ലാവരും ചില്ലറ 1-2 പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇതാണ് ഒരു നോർമൽ ഒരു സാറ്റർഡേ ലൈഫ്. വീട്ടിൽ തന്നെ പ്രത്യേകിച്ചൊരു പണിയൊന്നും ഇല്ലാതിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ വീഡിയോ ഇത്രയും നേരം കണ്ട് ഞങ്ങളെ സഹിച്ചതിൽ താങ്ക് യു. വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ